ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം വീണ്ടും അതിഭയാനകമായ ഗുരുതരമായ അവസ്ഥയിലേക്ക് കടക്കുകയാണ്. വെല്ലുവിളികളും ഭീഷണികളും അനുനയിപ്പിക്കൽ സമീപനവുമൊക്കെയായി ഇറാനെ പലതവണ വരുതിയിലാക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്കും ഗസയിൽ ആക്രമണം കടുപ്പിച്ച് മരണസംഖ്യ കുത്തനെ ഉയർത്തുന്ന ഇസ്രായേലിനും ഒരേ സമയം പണി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇറാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഒരു മൂന്നാം ലോക യുദ്ധ സാധ്യത പോലും മുന്നിൽ കാണുന്ന വിധത്തിലേക്ക് അതിവേഗത്തിലാണ് ഇറാന്റെ ചുവടുമാറ്റം. കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇറാന്റെ പക്കലുള്ള അത്യാധുനിക ആയുധ ശേഖരങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് എന്നും അത് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ തകർക്കാൻ കഴിയുന്നതാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരേ സമയം വലിയ പ്രകോപനം സൃഷ്ടിക്കുന്ന ചില യുദ്ധ നീക്കങ്ങൾ ഇറാൻ ആരംഭിച്ചിരിക്കുകയാണ്. വാക്കുകൾ കൊണ്ടുള്ള യുദ്ധവും ആശയപരമായ യുദ്ധവും അതോടൊപ്പം അതിർത്തി കടന്നുള്ള യുദ്ധത്തിൻ്റെ സാധ്യതകളുമാണ് ഇറാന്റെ ഏറ്റവും പുതിയ നീക്കത്തിലൂടെ മുന്നോട്ട് വരുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന സൈന്യം, അതിൻ്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹൊസൈൻ സലാമി മണിക്കൂറുകൾക്ക് മുൻപ് ഒരു നിർണായകമായ പ്രഖ്യാപനം അഥവാ ഒരു യുദ്ധത്തിൻ്റെ മുന്നൊരുക്കമെന്ന് കരുതാവുന്ന വിധത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളുടെ ഒരു സമ്മർദ്ദത്തിനും ഇറാൻ വഴങ്ങുകയില്ല എന്നും ഏതു തരത്തിലുള്ള ആക്രമണം ഇറാന്റെ നേരെ ഉണ്ടായാലും അതിന് അതേ രീതിയിൽ അതേ ആഘാതത്തിൽ മറുപടി നൽകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നും എന്തുതരം വെല്ലുവിളികളാണെങ്കിലും ഞങ്ങൾക്ക് നേരിടാൻ ഒരു മടിയുമില്ല എന്നും ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്നുമാണ് ആ മുന്നറിയിപ്പ്. മുതിർന്ന IRGC കമാൻഡർമാരുമായി ഒരു തിരക്കിട്ട കൂടിക്കാഴ്ച, അതും നിലവിലെ സാഹചര്യത്തിൽ ഓരോ ദിവസവും അമേരിക്കയുടെ പുതിയ ഭീഷണികൾ വരുന്നുണ്ട്, ട്രംപിൻ്റെ പ്രസ്താവനകൾ വരുന്നുണ്ട്, അന്താരാഷ്ട്ര തലത്തിൽ പലതരത്തിലുള്ള ഇറാനെതിരായ വെല്ലുവിളികൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ടവരും ഇസ്രായേലും ഒക്കെ ഉയർത്തിവിടുന്നുണ്ട്. അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പോലും അമേരിക്കയുടെ ചില നീക്കങ്ങൾ, അതായത് സൈനിക നീക്കങ്ങൾ നടക്കുന്നതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് അമേരിക്കൻ എയർബേസുകളൊക്കെ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അങ്ങോട്ടേക്കൊക്കെ യുദ്ധസന്നാഹങ്ങൾ കൂടുതലായി എത്തിക്കുന്നത് അടക്കമുള്ള ചില വിവരങ്ങൾ ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല വിവരങ്ങളും പുറത്തു വരുന്നതിനിടയിലാണ് IRGCയുടെ ഒരു അടിയന്തര യോഗം ചേരുന്നത്. ഈ IRGC എന്ന് പറയുന്നതാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേന എന്ന് പറയുന്നത്. ഔദ്യോഗിക സേന അല്ലെങ്കിൽ പോലും അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളൊക്കെ അവിടെ നടത്തുന്നത്. അപ്പോൾ ഈ IRGCയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു അടിയന്തര യോഗം ഇറാൻ വിളിച്ചു ചേർക്കുന്നു. എന്തോ ചില വിവരങ്ങൾ കിട്ടിയിട്ടെന്നോണമാണ് ആ യോഗം ചേരുന്നത്. ഒരു പക്ഷേ ശത്രുക്കൾ തങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന സൂചനകളായിരിക്കാം, അല്ലെങ്കിൽ ശത്രുക്കൾക്കെതിരായ ചില നിർണായകമായ വിവരങ്ങളായിരിക്കാം. അത് എന്താണ് എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടി വളരെ നിർണായകമായ അടിയന്തര സ്വഭാവമുള്ള ഒരു യോഗമാണ് ഇവർ ചേർന്നത്. ആ യോഗത്തിൽ, ആ കൂടിക്കാഴ്ചയിൽ IRGCയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംവദിക്കുമ്പോഴാണ് IRGCയുടെ ചീഫ് കമാൻഡറായിട്ടുള്ള മേജർ ജനറൽ ഹൊസൈൻ സലാമി കൃത്യമായ ഒരു യുദ്ധ നീക്കത്തെക്കുറിച്ച് വ്യക്തമാക്കിയത്. ഇറാൻ ഒരു യുദ്ധത്തെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടുന്നില്ല എന്നും തങ്ങൾ ഒരു യുദ്ധത്തിന് അങ്ങോട്ട് തുടക്കമിട്ടില്ലെങ്കിലും ഏതു തരത്തിലുള്ള യുദ്ധം ആണെങ്കിലും ഞങ്ങൾ തയ്യാറാണ് എന്നുമാണ് സലാമി പറയുന്നത്. ഇത് ഒരേ സമയം തങ്ങളുടെ യുദ്ധ നീക്കങ്ങളെക്കുറിച്ച് ലോകത്തോട് പറയുകയും അതോടൊപ്പം എതിരാളികൾക്ക് ചങ്കിടിക്കുന്ന ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ തന്നെ യുദ്ധം തുടങ്ങിയ മട്ടാണ്. അതായത് വാക്കുകൾ കൊണ്ടുള്ള ഒരു യുദ്ധമാണ് ആദ്യം ട്രംപ് തുടങ്ങി വെച്ചത്. പിന്നീട് അമേരിക്ക തങ്ങളുടെ മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട പാളയങ്ങളിലേക്ക് കൂടുതൽ വിമാനങ്ങൾ, കൂടുതൽ ബോംബുകൾ, കൂടുതൽ യുദ്ധസാമഗ്രികളൊക്കെ എത്തിക്കുന്നു എന്ന വിവരങ്ങൾ വന്നിരുന്നു. എന്ന് മാത്രമല്ല, ഓരോ ദിവസം എന്നോണം ഇറാനെ വെല്ലുവിളിക്കുകയും ഇറാനെ തീർക്കുമെന്ന നിലയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇറാൻ എന്താണ് ചെയ്തത്? ആ ആക്രമണങ്ങൾക്ക്, വാക്കുകൾ കൊണ്ടുള്ള ആക്രമണങ്ങൾക്ക്, യുദ്ധ നീക്കങ്ങൾക്ക് മറുപടി എന്നോണം പ്രതിരോധ സംവിധാനങ്ങൾ ഊർജിതമാക്കി. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ദ്വീപുകളിലൊക്കെ പ്രതിരോധ മിസൈലുകൾ വിന്യസിച്ചു. ഭൂഗർഭ അറകളിൽ വലിയ തോതിലുള്ള പ്രതിരോധ മിസൈലുകൾ വിന്യസിച്ചു. അതുപോലെ തന്നെ പുതിയ പുതിയ ആയുധങ്ങൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വീഡിയോകളാക്കി പുറത്തേക്ക് നൽകി. അങ്ങനെ ഏതു തരത്തിലുള്ളൊരു യുദ്ധമുണ്ടായാലും ഞങ്ങൾ തയ്യാറാണ് എന്ന് നിരന്തരമായി ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയും ഒരു ഘട്ടത്തിൽ ഈ ഇറാന്റെ ആണവ പ്ലാന്റുകൾക്ക് സമീപം
ഒരു ഭൂമി കുലുക്കത്തിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് ഇറാൻ നടത്തിയ ആണവ പരീക്ഷണമാണ് എന്ന് പോലും റിപ്പോർട്ടുകൾ വരികയും ചെയ്തിരുന്നു. അപ്പോൾ എന്ത് വന്നാലും തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറാൻ സജ്ജമായി നിൽക്കുകയാണ് എന്ന സൂചന ഇറാൻ നേരത്തെ കൊടുത്തിരുന്നതാണ്. പക്ഷെ പൊടുന്നനെ IRGCയുടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുകയും അതിന് പിന്നാലെ ഈ പറയുന്ന വിധത്തിൽ യുദ്ധത്തിന് സജ്ജരാണ് നമ്മൾ, ഏതു തരത്തിലുള്ള യുദ്ധമാണെങ്കിലും ഞങ്ങൾ അതിനെ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ യുദ്ധം തുടങ്ങുകയാണ് എന്ന കാഹളമാണ് ഇറാൻ നൽകിയത്. ഏകപക്ഷീയമായി അങ്ങോട്ടേക്ക് അടിക്കില്ലെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളുടെ പരിധിക്കിപ്പുറം കടന്നാൽ ഞങ്ങൾ യുദ്ധം തുടങ്ങുകയായി എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു യുദ്ധത്തിന്റെ കാഹളം തന്നെയാണ്, അല്ലെങ്കിൽ യുദ്ധ നീക്കത്തിന്റെ തുടക്കമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ആലങ്കാരികമായി. എന്തായാലും ഏതൊരു എതിരാളിയെയും മറികടക്കാനും അവരുടെ ചെറുക്കാനും സൈനിക ആക്രമണങ്ങൾ നേരിട്ട് നടത്താനും ഇറാൻ തന്ത്രങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത് സൈനിക ആക്രമണങ്ങൾ നേരിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. ശത്രുവിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ ഒരു ചുവട് പോലും പിന്നോട്ട് പോകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തന്നെ യൂറോപ്പിൻ്റെ ചില നിലപാടുകൾക്കെതിരെ ശക്തമായി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകൾ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഇസ്മായിൽ ബഗായി എന്ന് പറയുന്ന വിദേശകാര്യ മന്ത്രാലയ വക്താവ്, ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് യൂറോപ്പിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ പ്രീണിപ്പിക്കുന്നതിലൂടെ യൂറോപ്പ് തെറ്റായ വശത്താണ് നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരാരായാലും അവർക്കെതിരെയൊക്കെ ഇറാൻ ശക്തമായി നീങ്ങും എന്ന നിലപാട് കൂടി ഇറാൻ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ ആരെയും ഭയമില്ല. ഇറാന്റെ പക്കൽ ആവശ്യത്തിന് ആയുധങ്ങളും യുദ്ധ സാമഗ്രികളും യുദ്ധം ചെയ്യാനുള്ള തന്ത്രങ്ങളും വലിയ തോതിൽ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ ഭയക്കേണ്ട ആവശ്യം ഇറാനില്ല, ഇസ്രായേലിനെ ഭയക്കേണ്ട ആവശ്യം ഇറാനില്ല. ഒരു തരത്തിൽ ആരെയും ഭയപ്പെടേണ്ട സാഹചര്യമില്ല. ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം തങ്ങൾക്ക് നേരെ ഉണ്ടായാൽ അതിനെ തിരിച്ചടിക്കാൻ തങ്ങൾ പര്യാപ്തരാണ്, പ്രാപ്തരാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ തയ്യാറാണ് എന്ന് ഇറാന്റെ IRGCയുടെ ചീഫ് കമാൻഡറും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയ വക്താവും ഒക്കെ നിരന്തരം പറയുമ്പോൾ ഇറാൻ തുടങ്ങിക്കഴിഞ്ഞു, ഇനി പിന്നോട്ടില്ല. സാധാരണഗതിയിൽ ഇറാൻ ഭയക്കുകയോ പിന്മാറുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പ്രകോപിപ്പിക്കില്ല. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ യുദ്ധ നീക്കങ്ങൾ ആരംഭിച്ചതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഇനി അങ്ങനെ ഒരു യുദ്ധത്തിലേക്കൊക്കെ തുടങ്ങി വെച്ചാൽ, ഇറാന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ പിന്നെ അതൊരു മഹായുദ്ധത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. യുദ്ധ നിരീക്ഷകരൊക്കെ കൃത്യമായി തന്നെ ഇത് വിലയിരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇറാന്റെ മറ്റൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് അതും പുറത്തു വന്നിട്ടുള്ളത് അത് അറബ് രാജ്യങ്ങളോടാണ്. അതായത് ഈ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് സാങ്കേതികമായോ വേറെ ഏതെങ്കിലും തരത്തിലോ സഹായം ചെയ്യുന്ന ആരുമായും ഒരു കോംപ്രമൈസിനും തങ്ങളില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ, അമേരിക്കയ്ക്കെതിരെ, അതിനൊപ്പം തന്നെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ സഹായങ്ങൾ ചെയ്യുന്ന അയൽ രാജ്യങ്ങൾക്കെതിരെ ഇറാൻ ശക്തമായ ഭാഷയിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അമേരിക്കൻ സേനയെ അവരുടെ വ്യോമാതിർത്തിയോ പ്രദേശമോ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് ശത്രുതാപരമായ പ്രവൃത്തിയായി കണക്കാക്കുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ഒരു മുന്നറിയിപ്പ് നോട്ടീസ് പല അയൽ രാജ്യങ്ങൾക്കും അയച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കുവൈറ്റ്, ഇറാഖ്, UAE, ഖത്തർ, ബഹ്റൈൻ, തുർക്കി തുടങ്ങിയ അയൽ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ എയർ സ്ട്രിപ്പുകൾ അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കൻ സേനയെ അവരുടെ വ്യോമാതിർത്തിയോ പ്രദേശമോ ഉപയോഗിക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്കൊക്കെ ഇറാന്റെ മുന്നറിയിപ്പ് നോട്ടീസ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു മുന്നറിയിപ്പ് നോട്ടീസ് പോകുന്നത് ഏത് ഘട്ടത്തിലാണ്? ഒരു യുദ്ധം തുടങ്ങാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇറാൻ സജ്ജമാക്കി വെച്ച് യുദ്ധത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാണ്. കാരണം അങ്ങനെ ഒരു യുദ്ധം തുടങ്ങിയാലാണ്, അല്ലെങ്കിൽ തുടങ്ങുമ്പോഴാണ് അമേരിക്ക ഈ പ്രദേശങ്ങളൊക്കെ ഉപയോഗിക്കുക എന്ന് ഇറാന് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളുടെ എയർ സ്ട്രിപ്പുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂപ്രദേശങ്ങൾ ഒരു കാരണവശാലും അമേരിക്കയുടെ ഇടപെടലുകൾക്ക്, ശത്രുക്കളുടെ സന്നാഹങ്ങൾക്കായി വിട്ടുകൊടുക്കരുത് എന്ന് ഇറാൻ കൃത്യമായി പറയുന്നുണ്ട്. ഇത് റോയിറ്റേഴ്സ് എന്ന അന്താരാഷ്ട്ര മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മുന്നറിയിപ്പ് നോട്ടീസിന്റെ കാര്യം ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് റോയിറ്റേഴ്സിന്റെ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. യുദ്ധം തുടങ്ങുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ആശയപരമായി വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം യുദ്ധ നീക്കങ്ങളുടെ ആദ്യഘട്ടങ്ങളിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭ്രാന്തമായ ചിന്തകളാണ് എന്ന് പല മാധ്യമപ്രവർത്തകരും ഇതിനോടകം വിശേഷിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഭ്രാന്തമായ ചിന്തകളാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് തരത്തിലും മുന്നോട്ട് പോകാൻ, നീങ്ങാൻ
ട്രംപിന് ഒരു മടിയുമില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ട്രംപ് അങ്ങനെ ഇറാനെ ആക്രമിക്കാൻ ഒരു ഘട്ടത്തിൽ തീരുമാനിക്കുകയാണെങ്കിൽ അവിടെയും അന്തിമ വിജയം തങ്ങൾക്കാണ്, മുന്നേറ്റവും തങ്ങൾക്കാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ യുദ്ധ ചുവടുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് വലിയ സന്നാഹത്തിൻ്റെ അകമ്പടിയോടുകൂടി യുദ്ധം ആരംഭിക്കാനുള്ള, അല്ലെങ്കിൽ ആരംഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇന്നേ ദിവസം പുറത്തു വരുന്നത്.